നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അൻപോടെ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ചരിത്ര സംഭവം. സർവ്വം സജ്ജമായ മെഡിക്കൽ ക്യാമ്പ് ജില്ലയിൽ ആദ്യം. ക്യാമ്പിന്റെ ഭാഗമായത് 5000-ഓളം പേർ. കേരളത്തിലെ പ്രശസ്ത ആശുപത്രികളും വിദഗ്ധ ഡോക്ടർമാരും മൊബൈൽ ക്ലിനിക്കുകളും പുതിയൊരു അനുഭവം. സീനിയർ ചേംബർ പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലും എത്തണമെന്ന് ദേശീയ പ്രസിഡന്റ് MR ജയേഷ്. സാധാരണക്കാർക്കും അവശജന വിഭാഗങ്ങൾക്കും പരമാവധി സഹായം എത്തിക്കണം. പാലക്കാട് സീനിയർ ചേംബർ റീജിയണൽ ഭാരവാഹികളുടെ സ്ഥാന ആരോഹണ ചടങ്ങ്. പൂക്കാം തളിർക്കാം ആരംഭികലാ സമിതി ഗ്രന്ഥശാലയുടെ അവധിക്കാല ക്യാമ്പിന് സമാപനം. 10 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ പങ്കെടുത്തത് നിരവധി വിദ്യാർത്ഥികൾ. ഷൊർണൂർ മാനസ കൾച്ചർ ട്രസ്റ്റിന്റെ ദേശീയ സംഗീത നൃത്ത മഹോത്സവത്തിന് സമാപനം. കടുത്ത വെയിലും കൊടുംചൂടും തൊണ്ട നനയ്ക്കാൻ വഴിയില്ലാതെ വന്യജീവികൾ. കല്ലൂർ ബാലൻ എന്ന പ്രകൃതി സ്നേഹിയുടെ വിയോഗം തീരാ നഷ്ടമെന്നും നാട്ടുകാർ. വാർത്തകൾ വിശദമായി. അൻപോടെ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ചരിത്ര സംഭവമായി. ജില്ലയിൽ ആദ്യമായാണ് സർവ്വസജ്ജമായ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. 5000-ഓളം പേർ ക്യാമ്പിന്റെ ഭാഗമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. സ്നേഹത്തോടെ നിരാലംബരായിട്ടുള്ള, അശരണരായിട്ടുള്ള, ആരോഗ്യ പ്രശ്നങ്ങളുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിയാണ് അൻപോടെ തൃത്താല. ഈ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രത്യേകത തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്നതാണ്. വട്ടനാട് GVHS സ്കൂളിൽ നടന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം മുഖ്യാതിഥിയായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, P ബാലൻ, K മുഹമ്മദ്, ഷറഫുദ്ദീൻ കളത്തിൽ, PK ജയ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, മുൻ MLA മാർ, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. അൻപോടെ തൃത്താല കൺവീനർ ഡോക്ടർ E സുഷമ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് AP സുനിൽ ഖദർ നന്ദിയും പറഞ്ഞു. മണ്ഡലത്തിലെ 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സർവ്വസജ്ജീകരണത്തോടെ തൃത്താലയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് അൻപോടെ തൃത്താല ശ്രദ്ധേയമായി. കേരളത്തിലെ പ്രശസ്ത ആശുപത്രികളും മൊബൈൽ ക്ലിനിക്കുകളും വിദഗ്ധ ഡോക്ടർമാരും പങ്കെടുത്ത ക്യാമ്പ് ജനങ്ങൾക്ക് പുതിയ ഒരു അനുഭവമായി. ക്യാൻസർ ലക്ഷണങ്ങൾ കണ്ടെത്താനും രോഗനിർണയം നടത്താനും MVR ക്യാൻസർ സെന്ററിന്റെ അത്യാധുനിക മൊബൈൽ ലാബും വിദഗ്ധ ഡോക്ടർമാരും സ്കാനിങ്ങും എക്സ്റേയും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി അമൃത ഹോസ്പിറ്റലിന്റെ വാഹനം, മൊബൈൽ ഡെന്റൽ, ഐ ക്ലിനിക്കുകൾ, ലാബുകൾ, ആംബുലൻസുകൾ, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കൂറ്റനാട് വട്ടനാട് സ്കൂൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറിയ പ്രതീതിയാണ് അൻപോടെ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ കാണാനായത്. സമീപത്തുള്ള ആശുപത്രികളിലും പരിശോധനകൾക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തി. ആവശ്യമായ രോഗിയുമായി ആംബുലൻസുകൾ ഓടി. 5000-ഓളം പേർ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി. സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത, ലിസി, തൃശൂർ ജൂബിലി, അമല, കോട്ടയ്ക്കൽ മിംസ് എന്നിങ്ങനെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളിലെയും ഹോമിയോ, അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളിലെയും 100-ലധികം പ്രശസ്ത ഡോക്ടർമാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പരിശോധന നടത്തിയത്. ക്യാമ്പിന്റെ ഭാഗമായി 8 വിഷയങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ക്യാൻസർ പ്രതിരോധം, ജീവൻ രക്ഷാ പ്രാഥമിക ശുശ്രൂഷ പരിശീലനം, ലഹരി നിർമ്മാർജ്ജനം, സാമൂഹിക ഉത്തരവാദിത്വം, ഔഷധ സസ്യങ്ങൾ, ഉത്തരവാദ രക്ഷാകർതൃത്വം, പകർച്ചേതര രോഗനിർണയം, യോഗ, ജീവിതശൈലി രോഗനിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ വിവിധ ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സീനിയർ ചേംബർ പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലും എത്തണമെന്ന് ദേശീയ പ്രസിഡന്റ് MR ജയേഷ്. സീനിയർ ചേംബർ ഇന്റർനാഷണൽ പാലക്കാട് റീജിയണൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും പരമാവധി സഹായം എത്തിക്കണമെന്നും ദേശീയ പ്രസിഡന്റ് നിർദ്ദേശിച്ചു. And I have a shared vision 360, impacting lives. I have a slogan, together we excel. Again, I have the responsibility of taking care of this society as a leader of this organization, taking it forward. In fact, yesterday, we were talking about our Jayarajan's slogan, enjoy Senior Chamber. Yes, we should enjoy Senior Chamber. You are all enjoying Senior Chamber. The family of Palakkad is enjoying Senior Chamber. സീനിയർ ചേംബർ ഇന്റർനാഷണൽ പാലക്കാട് റീജിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് B ജയരാജൻ, ദേശീയ വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ, നിയുക്ത പ്രസിഡന്റ് M ജാഫർ അലി, സെക്രട്ടറി R ജയപ്രകാശ്, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ST സുരേഷ്, പ്രൊഫസർ A മുഹമ്മദ് ഇബ്രാഹിം, അഡ്വക്കേറ്റ് TV സുദർശ്, ട്രഷറർ
പി വിനോദ് കുമാർ, ഗിരിജ പ്രദീപ്, ദീപ ജയപ്രകാശ്, മാളവിക എന്നിവർ പ്രസംഗിച്ചു. പ്രൊജക്ട് ഡയറക്ടർ അജിത് മോഹൻ സ്വാഗതവും നിയുക്ത സെക്രട്ടറി പ്രതീഷ് കുമാർ മേനോൻ നന്ദിയും പറഞ്ഞു. പുതിയ പ്രസിഡന്റായി പി ജാഫർ അലിയും മറ്റ് ഭാരവാഹികളും സ്ഥാനമേറ്റു. എൻട്രി ഹോം ഫോർ ഗേൾസ് താമസക്കാർക്ക് വാട്ടർ പ്യൂരിഫയർ, നിരാലംബരായ സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനകൃഷി ആരബി കലാസമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. പൂക്കാം തളിർക്കാം എന്ന നാമകരണത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മെയ് 2-നാണ് ആരംഭിച്ചത്. 10 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മലയാളം, ഗണിതം, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിൽ അടിസ്ഥാന വിവരം നൽകുക, കഥ, കവിത, ചിത്രരചന പരിശീലനം, നാടകക്കളരി, നാടൻ പാട്ടുകളെയും നാടൻ കളികളെയും പരിചയപ്പെടുത്തുക, പാഴ്വസ്തുക്കളെ മനോഹരമായ കളി ഉൽപ്പന്നങ്ങളാക്കുക, നിലമ്പൂരിലേക്കൊരു തീവണ്ടി യാത്ര തുടങ്ങി വിവിധ പരിപാടികൾ 10 ദിവസങ്ങളിലായി നടന്നു. ഓരോ ദിവസവും പ്രമുഖർ ക്യാമ്പിന് നേതൃത്വം നൽകി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഭക്ഷണവും ഉണ്ടായിരുന്നു. സമാപനം പട്ടാമ്പി MLA മുഹമ്മദ് മൂസൻ ഉദ്ഘാടനം ചെയ്തു. എന്നിങ്ങനെ ക്യാമ്പ് വേണോ? അപ്പൊ സ്കൂളിൽ പോണ്ട? നമുക്കെന്നാ വെക്കേഷൻ കൂടുതലാക്കിയാലോ? അല്ലേ? 4 മാസം വെക്കേഷൻ വേണം. 4 മാസം വെക്കേഷൻ വേണ്ട ഒരു കൈവക്ക്. അതെ, കോവിഡ് കാലത്ത് നിങ്ങൾ സ്കൂളിൽ പോയിരുന്നവർ എത്ര പേരുണ്ട്? MLA ഫണ്ടിൽ നിന്ന് ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പുസ്തകത്തിന്റെ 2ാം ഘട്ട വിതരണവും ഗ്രന്ഥശാലയുടെ മുകളിൽ ഹാൾ നിർമ്മിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പത്രപ്രകാശനവും നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മെഡലും സർട്ടിഫിക്കറ്റും, ക്യൂസ് മത്സര വിജയികൾക്കും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർക്കും പങ്കെടുത്ത ജില്ലാ ചെസ് മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടി സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആരോണിനും MLA ഉപഹാരം നൽകി അനുമോദിച്ചു. വനിതാവേദി ഒരുക്കിയ ഭക്ഷ്യമേളയും പുസ്തക പ്രദർശനവും രമേശ് വാഴക്കോട്ടിൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് KV ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, ഗ്രന്ഥശാല താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി. ഷൊർണൂർ ASI പ്രദീപ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഖദീജ നസറിൽ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന വിഷയത്തിൽ സംസാരിച്ചു. വാർഡ് മെമ്പർ ജലജ ശശികുമാർ, RB സെക്രട്ടറി ശ്രീരഞ്ജ്, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കുട്ടികളും രക്ഷിതാക്കളും ക്യാമ്പിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ക്യാമ്പ് ഫയറും ഉണ്ടായിരുന്നു. ദീപ ടീച്ചർ സ്വാഗതവും PP വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മാനസ കൾച്ചർ ട്രസ്റ്റിന്റെ 4ാമത് ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. എല്ലാം അഭിമാനമായിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള കലാരൂപം ലോകത്തെല്ലായിടത്തും നടന്ന് അവതരിപ്പിച്ച് ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് രാമേന്ദ്ര പുലവൻ. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പത്മശ്രീ ജേതാവാണ്. അതുപോലെ തന്നെ ഇത്ര ചെറുപ്പത്തിൽ ഈ സംസ്ഥാനത്ത് നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് മലയാള സിനിമകളിൽ അതുപോലെ തന്നെ നിരവധി സംഗീത സദസ്സുകളിൽ വളരെ വലിയ സംഭാവന ചെയ്ത് ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള നമ്മുടെ രാഗരത്നം മണ്ണൂർ രാജകുമാരുണ്ണി അവർകളാണ് ഒരു വിശിഷ്ട അതിഥിയുള്ളത്. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു 10-60 വയസ്സ് തോന്നുള്ളൂ. പക്ഷെ സത്യത്തിൽ രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി. ഓടി നടന്ന് എല്ലാ പരിപാടിയിലും പാലക്കാട്ട്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ പേരിൽ നൽകുന്ന പുരസ്കാരം പ്രശസ്ത ഭരതനാട്യം നർത്തകി കലാമണ്ഡലം മനീഷയ്ക്ക് സമ്മാനിച്ചു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി വിശിഷ്ടാതിഥിയായി. പത്മശ്രീ രാമചന്ദ്ര പുലവർ വിശിഷ്ടാതിഥിയായിരുന്നു. തെലുങ്കാന ബഹുജന സാഹിത്യ അക്കാദമിയുടെ 2024 കലാരത്ന ദേശീയ പുരസ്കാരം നേടിയ മണികണ്ഠൻ മാനസയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ സാമൂഹിക രംഗത്തും കലാരംഗത്തും മാധ്യമപ്രവർത്തന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ അനുമോദിച്ചു. കലാമണ്ഡലം ഹൈമാവതി, കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, അഭിമന്യു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം VP സുരേന്ദ്രൻ, തൃശൂർ കൃഷ്ണകുമാർ, ഡോക്ടർ ഇബ്രാഹിം, മണി ചെറുതുരുത്തി എന്നിവരെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ, കൃഷ്ണദാസ്, പരമേശ്വരൻ മാസ്റ്റർ, ശശികുമാർ, കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ആഷിഖ്, പ്രസാദ് K ഷൊർണൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ M നാരായണൻ സ്വാഗതവും മാനസ ജനറൽ കൺവീനർ മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കടുത്ത ചൂടും കൊടും വെയിലും തൊണ്ട നനയ്ക്കാൻ വഴിയില്ലാതെ അയ്യർമല മേഖലയിലെ വന്യജീവികൾ. ഈ സമയത്ത് കല്ലൂർ ബാലൻ്റെ പ്രകൃതി സ്നേഹിയെ നാം ഓർക്കുന്നത്. കോട്ടായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്.
അന്തരിച്ച വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ടാങ്കുകളിൽ വെള്ളം നിറച്ച് സ്വന്തം വാഹനത്തിൽ വനമേഖലയിലെത്തിച്ച് കൽത്തൊട്ടികളിൽ യഥേഷ്ടം നിറയ്ക്കുമായിരുന്നു. ഭക്ഷണ സാധനങ്ങളും ധാരാളമായി എത്തിക്കുമായിരുന്നു. ബാലന്റെ മരണം വൃക്ഷങ്ങളുടെ പരിചരണം മാത്രമല്ല, വന്യജീവികളുടെ നിലനിൽപ്പും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഭക്ഷണമില്ലാതെ വലയുന്ന വനജീവികൾക്ക് ദാഹജലം കിട്ടാത്തതാണ് ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ളത്. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന ചൊല്ലുപോലെ വൃക്ഷങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് ജീവിതം സമർപ്പിച്ച കല്ലൂർ ബാലനോളം വരില്ലെങ്കിലും അദ്ദേഹം ചെയ്തുവെച്ച സേവനം നിലച്ചുപോകാതെ സൂക്ഷിക്കാനും ജീവികളുടെ നിലനിൽപ്പ് അപകടത്തിലാകാതിരിക്കാനും പരിസ്ഥിതി സ്നേഹികളാരെങ്കിലും മുന്നോട്ട് വന്നെങ്കിൽ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാലിന്യ സംസ്കരണത്തിന് കേരളത്തിലെ മികച്ച നഗരസഭയായി ഷൊർണൂർ നഗരസഭയെ തിരഞ്ഞെടുത്തത് നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും സഹായം കൊണ്ടാണെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ മാനസ കൾച്ചർ ട്രസ്റ്റ് സംഘടിപ്പിച്ച ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിൽ നഗരസഭാ ചെയർമാന് നൽകിയ സ്വീകരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് MK ജയപ്രകാശിനെ പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചത്. പ്രവർത്തനത്തിൽ നഗരസഭാ കൗൺസിലിനോടൊപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങളും വലിയ സഹകരണമാണ് ഇതുമായി ചേർന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമുക്ക് കേരളത്തിലെ തന്നെ മികച്ച നഗരസഭകളിൽ ഒന്നായി മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡ് പാറക്കുളം കുരടിക്കുന്ന് കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബയോഗവും 13-ാം വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭ 5-ാം വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം K സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കമ്മിറ്റി പ്രസിഡന്റ് കോമളം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുനിൽ സിംഗ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടിവെള്ള പദ്ധതി കൺവീനറും മുൻ കൗൺസിലറുമായ വിപിൻനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ഖജാൻജി രാധാകൃഷ്ണൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ച കുടുംബാംഗങ്ങളിലെ കുട്ടികളെ ആദരിച്ചു. കൃത്യതയോടെ 13 വർഷക്കാലം കുടിവെള്ള പദ്ധതിയെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് മേഖലയിലെ ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചതിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിലെ മികച്ച കുടിവെള്ള പദ്ധതി പാറക്കുളം പുരട്ടിക്കുന്ന് കമ്മിറ്റി ഗുണഭോക്താക്കൾക്കും വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രനും ഉപഹാരം സമ്മാനിച്ചു. 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. അഖില നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അൻബോർഡ് എതിർത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ചരിത്ര സംഭവം. സർവ്വം സജ്ജമായ മെഡിക്കൽ ക്യാമ്പ് ജില്ലയിൽ ആദ്യം. ക്യാമ്പിന്റെ ഭാഗമായത് 5000-ഓളം പേർ. കേരളത്തിലെ പ്രശസ്ത ആശുപത്രികളും വിദഗ്ധ ഡോക്ടർമാരും മൊബൈൽ ക്ലിനിക്കുകളും പുതിയൊരു അനുഭവം. സീനിയർ ചേംബർ പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലും എത്തണമെന്ന് ദേശീയ പ്രസിഡന്റ് MR ജയേഷ്. സാധാരണക്കാർക്കും അവശജന വിഭാഗങ്ങൾക്കും പരമാവധി സഹായം എത്തിക്കണം. പാലക്കാട് സീനിയർ ചേംബർ റീജിയണൽ ഭാരവാഹികളുടെ സ്ഥാന ആരോഹണ ചടങ്ങ്. പൂക്കാം തളിർക്കാം ആനബികലാ സമിതി ഗ്രന്ഥശാലയുടെ അവധിക്കാല ക്യാമ്പിന് സമാപനം. 10 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ പങ്കെടുത്തത് നിരവധി വിദ്യാർത്ഥികൾ. ഷൊർണൂർ മാനസ കൾച്ചർ ട്രസ്റ്റിന്റെ ദേശീയ സംഗീത നൃത്ത മഹോത്സവത്തിന് സമാപനം. കടുത്ത വെയിലും കൊടുംചൂടും തൊണ്ട നനയ്ക്കാൻ വഴിയില്ലാതെ വന്യജീവികൾ. കല്ലൂർ ബാലൻ എന്ന പ്രകൃതി സ്നേഹിയുടെ വിയോഗം തീരാ നഷ്ടമെന്നും നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.